ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല അഴുക്കായിരുന്നേ വാഷിംഗ് മെഷീൻ. അപ്പോൾ ചേട്ടൻ എനിക്ക് അതിൻ്റെ സാധനങ്ങൾ വാഷറും കാര്യങ്ങളൊക്കെ അഴിച്ചിടണം. അപ്പോൾ നോക്കിക്കോളൂ, ഈ വൃത്തിയാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ, ഇത് നമുക്കിങ്ങനെ ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ കുറച്ച് കാലങ്ങളായി വാഷിംഗ് മെഷീൻ നന്നായിട്ട് കഴുകാതെ. അപ്പോൾ ഇന്ന് കരുതി നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കാണുന്നില്ലേ, ആ ചേട്ടൻ അതിൻ്റെ സാധനങ്ങളൊക്കെ അഴിച്ചിട്ട് മാറ്റിയപ്പോൾ ഇത്രയും അഴുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുകയായിരുന്നു. കണ്ടപ്പോൾ തന്നെ അറപ്പായി സത്യം പറഞ്ഞാൽ. അതിൻ്റെ മൂടികയൊക്കെ കണ്ടില്ലേ, അത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാ നല്ലോണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലീൻ ആക്കണം കേട്ടോ. തുണിയുടെ നമ്മളെ ഡിറ്റർജൻറ്റ്, നമ്മുടെ സോപ്പ് പൊടിയില്ലേ, അതിൻ്റെയൊക്കെ അഴുക്കും തുണിയുടെ നാരും നൂലും എന്ന് പറഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അപ്പോൾ വാഷിംഗ് മെഷീൻ മുഴുവനായിട്ട് ഫുൾ ക്ലീനിങ്ങാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പൈപ്പ് തുറന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഏട്ടനാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ബ്രഷ് എടുത്തിട്ട് നല്ലോണം എടുക്കുന്നുണ്ട്. അഴുക്കൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നല്ലോണം ഉരച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് വേണേൽ കുറച്ച് സോപ്പും പൊടിയും കൂടി ഇട്ടിട്ടേ നന്നായിട്ടൊന്ന് ഉരച്ചെടുത്താൽ മതി. നല്ല ഫുൾ ക്ലീനായിട്ട് വന്നോളും. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ബ്രഷോ നമുക്ക് കുറച്ച് ഓരോ സാധനം കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് ഉരച്ചാൽ മതി കേട്ടോ. നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുക്കണം നമുക്ക്. കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് ഏകദേശം 1 മാസത്തിന് മുകളിലായി നല്ലോണം ഒന്ന് ഡീപ്പ് ക്ലീൻ ഇതും ചെയ്തിട്ട്. അപ്പോൾ ഞായറാഴ്ചകളിൽ ഇങ്ങനെ ഏട്ടനും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആളത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കുട്ടികൾ അവരുടെ ചെരുപ്പും മറ്റുള്ള ഒരു സാധനമൊക്കെ കഴുകാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രഷ് ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് അവർ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ വാഷിംഗ് മെഷീൻ ചെയ്ത് ക്ലീൻ ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഷർട്ടിൻ്റെ ഈ എന്താ പറയുക, ഇതിന് ബാഡ്ജ് പോലത്തെ ഷർട്ടിന് ഓരോ കമ്പനീൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ലേ, അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. പിന്നെ ഒരു സേഫ്റ്റി പിന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വാഷറാണ്. അപ്പോൾ വാഷറൊക്കെ നമ്മൾ ഊരിയെടുത്ത് ഇതൊക്കെ നല്ലോണം സൂക്ഷിക്കണം. അവിടെ എവിടെയും കൊണ്ടുപോയി വെച്ചാൽ പിന്നെ വാഷിംഗ് മെഷീൻ വർക്കാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുവിധം വാഷിംഗ് മെഷീനുള്ളിലൊക്കെ നല്ല ക്ലീനായി കഴിഞ്ഞ് പിന്നെ നമുക്ക് പുറത്തൊക്കെ നന്നായിട്ടൊന്ന് കഴുകണേ. അപ്പോൾ മോൻ അവരുടെ ജോലികൾ ചെരുപ്പൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മൂടിക അവൻ തേച്ച് കഴുകി വൃത്തിയാക്കി എനിക്ക് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. മോളും കൂടി ഉണ്ടായിരുന്നു, 2 ആളും കൂടി. പിന്നെ നമുക്കത് ഈ ഒരു ഭാഗം കണ്ടില്ല, നമ്മുടെ ഒരു ചെറിയൊരു പോക്കറ്റ് പോലെ കാണുന്ന ഈ ഒരു ഭാഗം നമുക്ക് അഴിക്കാനൊക്കെ പറ്റും കേട്ടോ. അറിയാത്തവരും ഉണ്ടാകുമായിരിക്കും, ഇതുവരെ അഴിക്കാൻ പറ്റാണ്ടും ഇതെന്തിനാണ് യൂസ് എന്ന് അറിയാത്തവരുണ്ടാകുമായിരിക്കും. അത് നമുക്ക് അവിടെ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താലും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ അഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ട ഇങ്ങനെ ഈ ഒരു സാധനം അത് നമുക്കിങ്ങനെ അമർത്തിയാൽ ഇങ്ങനെ നമുക്ക് അഴിഞ്ഞ് കിട്ടും. പിന്നെ ഏട്ടനെ കൈമുറിനാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ കാണിച്ചുള്ള ആ ഒരു പോക്കറ്റ് പോലത്തെ ഭാഗം ഇതിനുള്ളിലാണ് നമ്മുടെ തുണികളുടെ നൂലും നാരും ഒക്കെ വന്ന് കിണിഞ്ഞ് കിടക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് കഴുകിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെയാണ് ഓൺ ഓഫ് ചെയ്യാതെ. ഓൺ ഓഫ് തന്നെ നമുക്കിങ്ങനെ ഊരി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ മോള് അതിൻ്റെ ഇടയിൽ വന്ന് അവിടെ ചെരുപ്പൊക്കെ കഴുകുന്ന വീഡിയോയിൽ എടുക്കണം എന്നപ്പോൾ ഞാനതൊക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മെഷീനൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല ക്ലീനാക്കി വെച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ തുണിയെടുത്ത് അതിൻ്റെ സൈഡിലും എല്ലാ ഭാഗത്തും വെള്ളം പോക്കി നല്ല അടിപൊളി സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഇനി നമ്മുടെ മെഷീനിൽ ആ വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഡ്രെയിൻ ആവട്ടെ. ആ സമയം കൊണ്ട് പുറത്തും ഈ കുഞ്ഞു കുഞ്ഞു സ്വിച്ചിൻ്റെ ഇടയിലും അതിനിങ്ങനെ തിരിക്കുന്ന നോബുകളുടെ ഇടയിലും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ ഏട്ടനുണ്ടാകുമ്പോൾ ഏട്ടൻ തന്നെയാണ് എനിക്ക് ചെയ്തത്. അപ്പം നല്ല പഴയതുപോലെ ഉണ്ടായ വാഷിംഗ് മെഷീനാണ്. ഞാൻ ബിഫോർ ആഫ്റ്റർ എടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടാ. ഇപ്പം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് നമുക്ക് ഈ സാധനം തിരിച്ചങ്ങോട്ട് വെക്കണം കേട്ടോ. ഈ ആണിയോ അതിൻ്റെ സാധനങ്ങൾ സ്ക്രൂ ഒന്നും കളയാതെ സൂക്ഷിച്ചോളോ, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് സ്ക്രൂ ചെയ്യാം. അതിൻ്റെ വാഷറും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ കണ്ടില്ലേ വാഷിംഗ് മെഷീൻ എങ്ങനെയുണ്ട്, സൂപ്പറായില്ലേ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ മെഷീൻ നല്ല സൂപ്പർ പുത്തനായി വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മോളും ചെരുപ്പൊക്കെ കഴുകി കൊണ്ടുവന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. 2 ആളും അവനവൻ്റെ ചെരുപ്പുകളൊക്കെ ഒറ്റയ്ക്ക് കഴുകും. ഇതൊക്കെ നമ്മൾ ചെറുതിൽ പറഞ്ഞു കൊടുക്കണ്ടേ, ചെയ്യട്ടെ ഒറ്റയ്ക്ക് തന്നെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കണ്ടേ. എന്നിട്ടത് 2 ആളും ഞായറാഴ്ചകളിൽ ഉണ്ടാകുമ്പോൾ ചെരുപ്പൊക്കെ കഴുകി വെയിലത്തൊക്കെ കൊണ്ടുപോയി ഉണക്കി വെക്കും. അങ്ങനത്തെ പണികളൊക്കെ എനിക്ക് ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ല, ഫൈനൽ ലുക്ക് എൻ്റെ വാഷിംഗ് മെഷീൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.